കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ സുധീഷുമായി ഹരീഷ് തൻ്റെ മെക്കാനിക്കൽ ഷോപ്പിലേക്ക് എത്തുന്നുണ്ട്. അവിടെ എത്തിയതും സുധീഷ് ബൈക്കിൽ നിന്ന് ചാടിയിറങ്ങ്, തുറക്ക്, വേഗം തുറക്ക് എന്ന് പറയേ. അതിന് വണ്ടി ഈ കടയുടെ ഉള്ളിലുണ്ടെന്ന് ആരാ പറഞ്ഞേ എന്ന് ഹരീഷും. ഇല്ലേ എന്ന് സുധീഷ് ചോദിക്കേ. ഓണറോട് പറഞ്ഞിട്ടുണ്ട്, വെയിറ്റ് ചെയ്യേ, ഇപ്പൊ വരുമെന്ന് പറഞ്ഞ് ഹരീഷ് കട തുറക്കാൻ തുടങ്ങുന്നേരം പിന്നെന്തിനാ കട തുറക്കുന്നേ എന്ന് സുധീഷും. ഒരാളോട് വിലപേശുമ്പോൾ നടുറോഡിൽ എടുത്തിട്ടാണോ സംസാരിക്കുന്നത് എന്ന് ചോദിച്ച് ഹരീഷ് കടയുടെ ഷട്ടർ പൊക്കുകയാ. കുളിക്കാണ്ട് ഞാൻ ഇതുവരെയും കട തുറന്നിട്ടില്ലെന്ന് ഹരീഷ് പറയേ. എല്ലാത്തിനും ഒരു തുടക്കം വേണ്ടേ മോനെ. എന്തായാലും ഗ്രീസും കരിയും പുരണ്ട ഷർട്ടിട്ടല്ലേ ജോലി ചെയ്യുന്നത്, അപ്പൊ പിന്നെ കുളിച്ചാലെന്താ ഇല്ലെങ്കിലെന്താ എന്ന് സുധീഷ് പറയേ. മതി മതി, വലിയ ഡയലോഗൊന്നും വേണ്ട എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും ഹരീഷ് എന്ന് വിളിച്ച് മുകുന്ദേട്ടൻ സ്കൂട്ടിയുമായി അങ്ങോട്ടെത്തുകയാ. ഹരീഷ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോഴേക്കും എന്താടാ ഇത്ര നേരത്തെ വരാൻ പറഞ്ഞത് എന്ന് മുകുന്ദേട്ടൻ ചോദിക്കേ. മുകുന്ദേട്ടാ, ഇതെന്റെ ചേട്ടൻ സുധീഷ്, വണ്ടി കാണണമെന്ന് പറഞ്ഞു, അതാ നേരത്തെ വന്നേ എന്ന് ഹരീഷ് പറയേ. എന്റെ വണ്ടിയല്ല, എന്റെ മോളുടെ വണ്ടിയാ. 2 വർഷം പഴക്കമുണ്ട്. അവൾ ജോലിക്ക് പോവും വരും, അത്രയേ ഉള്ളൂ. അധികം കിലോമീറ്റർ ഒന്നും ഓടിയിട്ടില്ല. അവളിപ്പോ കല്യാണം കഴിഞ്ഞു പോയി എന്നൊക്കെ മുകുന്ദേട്ടൻ വണ്ടിയെക്കുറിച്ച് വിവരിക്കേ. ഹരീഷ് പറഞ്ഞിരുന്നു എന്ന് സുധീഷും. വണ്ടിയാർക്കാ, നിങ്ങൾക്കാണോ എന്ന് മുകുന്ദേട്ടൻ ചോദിക്കേ. അല്ല, എന്റെ വൈഫിനാ. അത് കേൾക്കേ മുകുന്ദേട്ടനും നല്ല രാശിയുള്ള വണ്ടിയാ, നല്ല കണ്ടീഷൻ, ഹരീഷിന് അറിയാം എന്ന് പറയുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ മൊബൈൽ റിങ് ചെയ്യുകയാ. 1 മിനിറ്റ് എന്ന് പറഞ്ഞ് അദ്ദേഹം മൊബൈലുമായി അവിടെ നിന്ന് മാറിപ്പോകുമ്പോഴേക്കും സുധീഷ് ആ വണ്ടിയിലേക്ക് കയറിയിരുന്ന് ബ്രേക്ക് ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞിരിക്കേ. എങ്ങനെയുണ്ട് എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. ഇതെന്താ തട്ടലും പൊട്ടലും ഒക്കെ ഉണ്ടല്ലോ, പുതിയ വണ്ടി പോലെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് നല്ല കണ്ടീഷനാണെന്ന് നീ അല്ലേടാ പറഞ്ഞത്, അതിന്റെ അർത്ഥം പിന്നെ എന്തുവാ എന്ന് സുധീഷ് ചോദിക്കേ. വണ്ടി നന്നായിട്ട് ഓടുമെന്ന് മാത്രം, അതിനെക്കാട്ടി നല്ലത് വേണമെങ്കിൽ ഷോറൂമിൽ പോയി വാങ്ങേണ്ടി വരും, ചെല്ല് എന്ന് ഹരീഷ് പറയേ. നീ ഇങ്ങനെ ദേഷ്യപ്പെടാതടാ, നിധിയുടെ ഒരു ലെവല് വെച്ച് ഈ വണ്ടി മതിയോന്നാ സംശയമെന്ന് സുധീഷും. സുധീഷേട്ടൻ വാങ്ങണ്ടാന്നേ, അയാളോട് പറഞ്ഞേക്ക് ഇഷ്ടായില്ലെന്ന്, ഞാൻ വേറെ ആർക്കെങ്കിലും വിട്ടുകൊടുത്തോളാം എന്ന് ഹരീഷ് പറയേ. നീ ഇങ്ങനെ ബഹളം വെക്കല്ലേ, വണ്ടി കണ്ടയുടനെ നമുക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ, അതൊന്ന് ഓടിച്ചു നോക്കണ്ടേടാ, ഞാനേ ഒരു റൗണ്ട് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് സുധീഷ് ആ വണ്ടി എടുത്ത് ഒരു റൗണ്ട് അടിച്ച് വരുമ്പോഴേക്കും അങ്ങോട്ടെത്തിയ മുകുന്ദേട്ടനും ആ എന്തായി, ഇഷ്ടായോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇഷ്ടായി, വില വിവരമൊക്കെ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാമെന്ന് സുധീഷ് പറയേ. എന്തിനെ? ഒരു 30,000 രൂപ തന്ന വണ്ടിതാ ഇപ്പൊ തരാമെന്ന് മുകുന്ദേട്ടനും. അത് കുറച്ച് കൂടുതലല്ലേ ഏട്ടാ, ഇതിരി കുറച്ചുകൂടെ എന്ന് സുധീഷ് ചോദിക്കേ. ഞാൻ വലിയ വിലയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് മുകുന്ദേട്ടനും. എന്നാലും 2 വർഷം ഓടിച്ചില്ലേ എന്ന് സുധീഷ് ചോദിക്കേ. ദേ, ഹരീഷിന് വേണ്ടി 5,000 കുറയ്ക്കാം, ലാസ്റ്റ് വില 25,000, അതില്ലാതെ പറ്റില്ല എന്ന് മുകുന്ദേട്ടൻ തീർത്ത് പറയേ. 1 മിനിറ്റ്, ഞങ്ങളൊന്ന് സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞ് സുധീഷ് ഹരീഷിനെയും കൂട്ടി മെക്കാനിക്കൽ ഷോപ്പിനകത്തേക്ക് കയറിപ്പോയി. എടാ, 25,000-നൊന്നും വರ್ತല്ലടാ എന്ന് പറയേ. ഒരു സംശയവുമില്ല, ലാഭാണ്. ആദ്യമായി എടുത്തിയത ഓടിക്കട്ടെ, കുറച്ച് കഴിഞ്ഞ് പുതിയ വണ്ടി എടുക്കാം, വേണ്ടെങ്കിൽ വിട്ടേക്ക് എന്ന് പറഞ്ഞ് ഹരീഷ് പോവാൻ തുടങ്ങുന്നേരം അവനെ പിടിച്ചു നിർത്തി. വേണം, പക്ഷെ ഇന്ന് തന്നെ വണ്ടി കിട്ടുപോടാന്ന് സുധീഷ് ചോദിക്കേ. കാശ് കൊടുത്താൽ വണ്ടി കിട്ടും, അല്ലെങ്കിൽ റെഡി ആവുമ്പോ എന്ന് ഹരീഷും. എന്റെ കയ്യിലിപ്പോൾ മുഴുവനായിട്ടും ഉണ്ടാവില്ല, പിന്നെ ഒരു ഐഡിയ ഉണ്ട്. എടാ, നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ എന്ന് സുധീഷ് ചോദിക്കേ. എന്ത് ഉടായിപ്പാ എന്ന് ഹരീഷും. നീ നിൽക്കണം എന്ന് പറഞ്ഞ് സുധീഷ് ഹരീഷിനെ തള്ളിക്കൊണ്ട് മുകുന്ദേട്ടന്റെ അടുത്തേക്ക് വരികയാ. സാറേ, വണ്ടി എനിക്ക് ഇഷ്ടമായി, ഇപ്പോഴത്തേക്ക് ഒരു അഡ്വാൻസ് ആയിട്ട് 10,000 രൂപ അങ്ങ് തരാം എന്നവൻ പറയുന്നത് കേൾക്കെ മുകുന്ദേട്ടനും ആലോചനയോടെ നിൽപ്പാ. എന്താ ആലോചിക്കുന്നേ എന്ന് ചോദിച്ചവൻ തന്റെ പോക്കറ്റിൽ നിന്ന് 10,000 രൂപ എടുത്ത് പിടിക്ക് സാർ എന്ന് പറഞ്ഞ് മുകുന്ദേട്ടന്റെ കയ്യിലേക്ക് നിർബന്ധിച്ച് വെച്ചു കൊടുക്കുമ്പോഴേക്കും മുകുന്ദേട്ടനും അത് എണ്ണി നോക്കുകയാ. കാശെല്ലാം എണ്ണി നോക്കി ഉറപ്പുവരുത്തി. ശരി, ബാക്കി പണം കിട്ടുമ്പോൾ വണ്ടി തരാമെന്ന് പറഞ്ഞ് മുകുന്ദേട്ടൻ പോവാൻ തുടങ്ങുന്നേരം സുധീഷ് പിടിച്ചു നിർത്തി. ബാക്കി പണം ഞാൻ ഉടനെ തരാം, പക്ഷേ വണ്ടി ഇന്ന് തന്നെ വേണം എന്ന് പറയേ. അതെങ്ങനെ പറ്റും എന്ന് മുകുന്ദേട്ടനും. സാറേ, ഹരീഷ് നിങ്ങൾക്ക് അറിയാത്ത ആളൊന്നുമല്ലല്ലോ, അവന്റെ ഉറപ്പി തന്നാ മതിയെന്ന് സുധീഷ് പറയേ. അല്ലെങ്കിൽ തന്നെ ഹരീഷിന് വേണ്ടി ഞാൻ ഒരു 5,000 രൂപ കുറച്ചു, എന്നിട്ടിപ്പോ വെറും 10,000 രൂപ തന്നിട്ട് വണ്ടി വേണമെന്ന് പറഞ്ഞാ എന്ന് മുകുന്ദേട്ടൻ ചോദിക്കേ. സാറേ, എന്റെ സിറ്റുവേഷൻ ഒന്ന് സാർ മനസ്സിലാക്കണം സാറേ. സാർ എങ്ങനെയാണോ മകൾക്ക് വേണ്ടി ഈ വണ്ടി വാങ്ങി കൊടുത്തത്, അതേ സ്നേഹത്തോടെ എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാ ഞാൻ ഈ വണ്ടി വാങ്ങുന്നത്. അവളോട് ഞാൻ വാക്ക് പറഞ്ഞു പോയി സാറേ. ഇത് ഞാൻ കൈയോടെ കൊണ്ടുപോയി അവളുടെ മുന്നിൽ നിർത്തുമ്പോഴുള്ള ഒരു സന്തോഷം, അത് സാറൊന്ന് ആലോചിച്ച് നോക്കിയേ എന്ന് സുധീഷ് പറയേ. വണ്ടി വാങ്ങാനുള്ള പണം കയ്യിലുണ്ടായിട്ട് ഭാര്യയ്ക്ക് വാക്ക് കൊടുത്താൽ മതിയായിരുന്നു എന്ന് മുകുന്ദേട്ടനും. അത് മതിയായിരുന്നു, പക്ഷെ എന്ത് ചെയ്യണം സാറേ, ഒരു ദുർബല നിമിഷത്തിൽ ഞാനിന്ന് വണ്ടി കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞു. സാറ് ഹരീഷിനെ വിശ്വസിച്ചാൽ മതി, എന്നെ വിശ്വസിക്കണ്ട, ഇവൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, എപ്പോ വേണേലും കാണാലോ എന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞ് മുകുന്ദേട്ടനെ വീഴ്ത്തുകയാ. ഒടുവിൽ മുകുന്ദേട്ടന് പറയുന്നുണ്ട്. ശരി, എന്തെങ്കിലും ആകട്ടെ, ഹരീഷിന്റെ ഉറപ്പ് ഞാൻ സമ്മതിക്കുന്നു, ബാക്കി പണം എപ്പോ തരുമെന്ന്. ബാക്കി പണം ഞാൻ ഉടനെ തരാം എന്ന് സുധീഷ് പറയേ. എപ്പോ എന്ന് മുകുന്ദേട്ടനും. അതിപ്പോ ഒരു 10-15 ദിവസം എന്ന് സുധീഷ് പറയേ. 15 ദിവസമോ എന്ന് സംശയത്തോടെ മുകുന്ദേട്ടനും.
അതിപ്പോ 15 ദിവസം എന്ന് പറഞ്ഞാൽ എക്സാക്ട് 15 ദിവസമല്ല, അതിന്റെ ഉള്ളില് പറ്റിയ നാളെ തന്നെ കാശങ്ങ് തരില്ലേ എന്ന് സുധീഷ് പറയെ. ഒരാഴ്ചക്കുള്ളിൽ തന്നെ പണം കിട്ടണം. വണ്ടിയുടെ പേപ്പേഴ്സിന്റെ കോപ്പി ഹരീഷിന്റെ കയ്യിലുണ്ട്. ഒറിജിനലും സെയിൽ ലെറ്ററും കൂടി പണം തരുമ്പോ തരും എന്ന് മുകുന്ദേട്ടൻ പറയെ. ആ അത് മതി എന്ന് സുധീഷും സമ്മതിക്കുക. അപ്പൊ ശരി ഹരീഷ് എന്ന് പറഞ്ഞ് മുകുന്ദേട്ടൻ ആ കാശുമായി പോവുകയാ. അയാൾ പോയി കഴിയുമ്പോഴേക്കും സുധീഷേട്ടാ സമയത്ത് കൊടുക്കില്ലേ എന്ന് പരിഭ്രമത്തോടെ ഹരീഷ് ചോദിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് നോക്കടാ എന്ന് സുധീഷ് പറയെ. എവിടുന്ന് എന്ന് ഹരീഷും. നീ വണ്ടി കയറുന്ന സുധീഷ് പറയെ. ഷട്ടർ ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഹരീഷ് കടയടച്ചേ. അവർ രണ്ടുപേരും വീട്ടിലേക്ക് പോവുകയാ. വീടിന്റെ ഗേറ്റിനരികിൽ എത്തുമ്പോഴേക്കും സ്കൂട്ടി ഓടിക്കുന്ന ഹരീഷിനോട് വണ്ടി നിർത്താനായി പറയുകയാ സുധീഷ്. സുധീഷ് വണ്ടി നിറങ്ങി. എടാ വണ്ടി ഓഫ് ചെയ്ത് തള്ളിക്കൊണ്ടുവാ എന്ന് പറയേ. എന്തിന് എന്ന് ഹരീഷും. എടാ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ, ഇതിന്റെ സൗണ്ട് കേൾക്കില്ലേ, നീ ഓഫ് ചെയ്തിട്ട് വാ എന്ന് സുധീഷ് പറയേ. ഓ ഒടുക്കത്തെ ഒരു ഡ്രാമ, ഇയാൾക്ക് വയ്യേ എന്നും പറഞ്ഞ് ഹരീഷ് വണ്ടി തള്ളിക്കൊണ്ട് വരികയാ. അവൻ വണ്ടിയും തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകെ. എടാ ഹരീഷ് നിക്ക് എങ്ങോട്ട് പോവുക? തള്ളിക്കൊണ്ട് പോവുകയാണല്ലോ, എന്നാ പിന്നെ വീടിനകത്തേക്ക് കയറ്റിക്കോ. എടാ അങ്ങോട്ടൊന്നും മാറ്റിവിക്കടാ, വന്ന ഉടനെ കാണാൻ പാടില്ല എന്നവൻ പറയേ. ഹരീഷ് സൈഡിലേക്ക് വണ്ടി കൊണ്ടുപോകുമ്പോഴേക്കും നിക്ക് എങ്ങോട്ടാടാ കൊണ്ടുപോകുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് സുധീഷ്. വണ്ടി കാണാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് എന്ന് ഹരീഷ് ചോദിക്കേ. നീ നിർത്തിക്കേ, ഇവിടെ മതി, നീ പോയി സുഭാഷ് ഏട്ടനെ വിളിച്ചിട്ട് വാ എന്ന് സുധീഷ് പറയേ. ദേഷ്യത്തോടെ അവനെ നോക്കുകയാ ഹരീഷും. ഒന്ന് വിളിച്ചിട്ട് വാടാ മോനെ എന്ന് സുധീഷ് സ്നേഹത്തോടെ പറയേ. ഹരീഷ് സുഭാഷ് ഏട്ടനെ വിളിക്കാനായി പോവുകയാ. അപ്പോഴാണ് പാട്ടും പാടി സൈക്കിൾ ഓടിച്ചുകൊണ്ട് ഭാസ്കരനും അങ്ങോട്ട് വരുന്നത്. മുറ്റത്ത് സൈക്കിൾ നിർത്തി ഇറങ്ങി സ്കൂട്ടർ ശ്രദ്ധിച്ചുകൊണ്ട് അച്ഛനും ചോദിക്കുന്നുണ്ട്, ആർക്കായി ലൊട്ടിലൊടുക്കു സാധനമെന്ന്. എനിക്കാണോ എന്ന് ചോദിക്കേ. അയ്യോ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ബെൻസാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്, അതൊന്ന് ഇങ്ങോട്ട് വന്നോട്ടെ കേട്ടോ എന്ന് സുധീഷും. അത് കേൾക്കെ വണ്ടിയെല്ലാം ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് ഒരു ബീഡിയും വലിച്ച് പുകയൂതിക്കൊണ്ട് നിൽപ്പാ അച്ഛനും. അദ്ദേഹം ബീഡിയുടെ പുകയൂതി വിടുമ്പോഴേക്കും അത് മുഖത്തേക്ക് വന്ന സുധീഷും മുഖത്തേക്കാണ് ഊതി വിടുന്നത്. ഒന്നുകിൽ അത് കള, അല്ലെങ്കിൽ അപ്പുറം എങ്ങാനും പോയിരുന്നു വലിക്ക് എന്ന് പറയേ. വണ്ടി നോക്കിക്കൊണ്ട് ഈ പെണ്ണുങ്ങൾ ഓടിക്കുന്ന തരം വണ്ടിയല്ലേ, പ്രീതി പിടിച്ചു പറ്റാനുള്ള പലതരം പണികളല്ലേ എന്ന് ചോദിക്കുക. സുധീഷും ചമ്മലോടെ ചിരിക്കുകയാ. നടക്കട്ടെ എന്ന് പറഞ്ഞ അച്ഛൻ അവിടുന്ന് പോകുമ്പോഴേക്കും സുഭാഷും നികേഷും അങ്ങോട്ടെത്തുകയാണ്. വണ്ടി നോക്കിക്കൊണ്ട് ഇതെന്താടാ വണ്ടിയോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. വണ്ടി നോക്കാനാ ഞാനും ഹരീഷും കൂടി പോയത്, ഇനി മുതൽ ഇതാണ് നമ്മുടെ നിധിയുടെ വണ്ടി എന്ന് സുധീഷ് പറയേ. അപ്പോഴേക്കും വണ്ടി വാങ്ങിയോ എന്ന് സുഭാഷ് ഏട്ടനും. നിധി വണ്ടിയിൽ ജോലിക്ക് പോകണമെന്ന് എനിക്കൊരാശ, അതുകൊണ്ട് ഇതങ്ങ് വാങ്ങി, പൈസയൊന്നും നോക്കിയില്ല എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നികേഷും ആ വണ്ടിയിലേക്ക് ഇരുന്ന് നോക്കിക്കൊണ്ട് സുധീഷ് ഏട്ടാ ഇതെന്തായാലും എന്ന് പറയുന്നുണ്ട്. ഹരീഷും പറയുകയാ, ഒരു വണ്ടിയുണ്ട് നോക്കണമെന്ന് ഞാൻ ചോദിച്ചേയുള്ളൂ, പിന്നെ എന്നെ നിലത്ത് നിർത്തിയിട്ടില്ല, രാവിലെ ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ കൂട്ടിക്കൊണ്ട് പോയതാ, കാശ് മുഴുവൻ കൊടുക്കാണ്ട് എടുത്തോണ്ട് പോന്നു, അഡ്വാൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് അവൻ പറയേ. അല്ല ഇതിനിപ്പോ എന്താടാ വില എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുന്നുണ്ട്. 25,000 പറഞ്ഞു, ബാക്കി ഇനിയും കൊടുക്കണം എന്ന് പറഞ്ഞ് ടെൻഷനോടെ ഹരീഷ് സുധീഷിനെ നോക്കേ. നീ ഇങ്ങനെ നോക്കാതെടാ ഹരീഷെ, നമുക്ക് കൊടുക്കടാ എന്ന് പറഞ്ഞ് ഹരീഷിന്റെ തോളത്ത് കൈവയ്ക്കുമ്പോഴേക്കും അത് കൊടുക്കണം സുധീഷ് മോനെ എന്ന് ഹരീഷും. ഉമ്മറത്തെ തൂണും ചാരുന്ന് ബീഡിയും വലിച്ച് അച്ഛനും അവരെ നോക്കി നിൽപ്പാ. എടാ നമ്മുടെ നിധിക്ക് വേണ്ടിയല്ലേടാ, കൊടുക്കടാ എന്ന് സുഭാഷും ഹരീഷിനോടായി പറയേ. കേട്ടില്ലേ, ഇപ്പൊ നിനക്ക് ഉറപ്പായല്ലോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ഏട്ടനെ കൊണ്ട് കൊടുപ്പിക്കണ്ട, ഇങ്ങനെ തന്നെ കൊടുത്താ മതി എന്ന് ഹരീഷ് പറയേ. അത് കൊടുക്കാം, നീ വിട് നമുക്ക് നോക്കാന്ന്. അല്ല നിധി അകത്തില്ലേ എന്ന് സുധീഷ് ചോദിക്കേ. ആ ഉണ്ടല്ലോ എന്ന് നികേഷും. എന്നാലേ ഞാൻ പോയി നിധിയെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് സുധീഷ് അകത്തോട്ട് പോവുകയാ. ഞാനൊന്ന് ഓടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടനും വണ്ടിയിലേക്ക് ഇരുന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. കൊള്ളാല്ലേ എന്ന് ചോദിക്കേ. കണ്ടീഷനാ, നല്ല വണ്ടിയാ എന്ന് ഹരീഷും. സുധീഷും നിധിയുടെ റൂമിനരികിലേക്ക് ചെന്ന് ഹലോ നിധി എന്ന് വിളിച്ച് റൂമിന്റെ ഡോറിൽ മുട്ടിക്കൊണ്ടിരിക്കുക. ദാ വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞ് നിധി വന്ന് ഡോർ തുറന്ന് എന്താ എന്ന് ചോദിക്കേ. ഒന്ന് പുറത്തേക്ക് വരാവോ, ഒരു സർപ്രൈസ് ഉണ്ടെന്ന് സുധീഷും. എന്ത് സർപ്രൈസ് എന്ന് നിധി ചോദിക്കേ. അത് പറഞ്ഞാൽ സർപ്രൈസ് പോവില്ലേ, കണ്ണടച്ചെന്ന പുറത്തേക്ക് വന്നേ എന്ന് സുധീഷ് പറയേ. എന്താ കാര്യമെന്ന് പറയുന്ന നിധിയും. ഒന്ന് വാടോ, ഒരു മിനിറ്റിനുള്ളിൽ മനസ്സിലാവുമെന്നേ, കണ്ണടച്ചേ എന്ന് പറയേ. നിധി കണ്ണടച്ചു പോവാൻ തുടങ്ങുന്നേരം അയ്യോ ഇത് പറ്റിപ്പാ, ഇതിനിടയ്ക്ക് താൻ കണ്ണു തുറന്നാലോ, ഞാൻ കണ്ണു പൊത്താമെന്ന് പറഞ്ഞ് സുധീഷ് കൈയുമായി ചെല്ലേ. അവൾ തടഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശം എന്ന് ചോദിക്കേ. അല്ല ഇടയ്ക്ക് കണ്ണു തുറന്നു നോക്കിയാ സർപ്രൈസ് പോവില്ലേ എന്ന് സുധീഷും. ഞാൻ തുറക്കാതെ വന്നോളാമെന്ന് നിധി പറയേ. എന്നാ പിന്നെ എന്റെ കൈ പിടിച്ചോ, തട്ടി വീഴണ്ട എന്ന് സുധീഷ്. ഞാൻ മാനേജ് ചെയ്തോളാമെന്ന് നിധി പറയേ. നടന്നു എന്ന് സുധീഷും. അങ്ങനെ കണ്ണടച്ചുകൊണ്ട് നടക്കുന്ന നിധിയെ വഴി പറഞ്ഞുകൊടുത്ത് കൂട്ടിക്കൊണ്ട് വരികയാ സുധീഷും. അങ്ങനെ അവർ ഉമ്മറത്തെത്തി പടിക്കെട്ടിറങ്ങി നിധി വീഴാൻ തുടങ്ങുന്നേരം സുധീഷിന്റെ കൈത്തണ്ടയിലേക്ക് പിടിക്കുകയാ. അത് കണ്ട് പ്രണയത്തോടെ അവളെ ഒരു നിമിഷം നോക്കേ നിധിയും കൈ എടുക്കുന്നുണ്ട്. തൽക്കാലം ഇവിടെ നിൽക്ക്, കണ്ണു തുറക്കല്ലേ, ഞാൻ പറഞ്ഞിട്ട് തുറന്നാ മതിയേ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നികേഷ് ഒരു തുണിയിട്ട് മൂടിയ ആ വണ്ടി കാണിച്ചു കൊടുക്കുകയാ.
അത് കണ്ട് ഞെട്ടലോടെ അയ്യോ എന്ന് സുധീഷ് പറയേ എന്താ എന്ന് നിധിയും കണ്ണു തുറക്കല്ലേ ഞാൻ പറഞ്ഞിട്ട് തുറന്നാ മതിയെന്ന് പറഞ്ഞ് സുധീഷ് മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് എന്തോ നാടാ ഈ കാണിച്ചു വെച്ചിരിക്കുന്നേ എന്ന് ചോദിക്കേ അത് ഈ ഷോറൂമിലൊക്കെ കാണില്ലേ അതുപോലെ വണ്ടി റിവീൽ ചെയ്യാൻ എന്ന് നികേഷും ഈ കീറ തുണി കൊണ്ടോ എന്ന് സുധീഷ് ദേഷ്യത്തോടെ ചോദിക്കേ ഞാൻ കണ്ണു തുറക്കട്ടെ എന്ന് നിധിയും വിളിച്ച് ചോദിക്കുന്നുണ്ട് അയ്യോ തുറക്കല്ലേ എന്ന് അവളോട് വിളിച്ചു പറഞ്ഞ് എടാ ഈ കീറ തുണി എടുത്ത് മാറ്റ് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഞാൻ കണ്ണു തുറക്കാൻ പോവാണേ എന്ന് നിധിയും വിളിച്ച് പറയുന്നുണ്ട് അയ്യോ തുറക്കല്ലേ എന്ന് പറഞ്ഞ് സുധീഷ് ആ കീറിയ തുണി വലിച്ചു കീറി എറിയുകയാ കണ്ണു തുറന്ന നിധിയും സന്തോഷത്തോടെ ആ വണ്ടി കണ്ട് ഇത് കൊള്ളാലോ നന്നായിട്ടുണ്ട് ഇതാർക്കാ നികേഷെ നിനക്കാണോ എന്ന് ചോദിക്കേ എനിക്കല്ലെന്ന് അവനും സുഭാഷ് ഏട്ടനാണോ എന്നവൾ സുഭാഷ് ഏട്ടനോടായി ചോദിക്കേ എനിക്കെന്തിനാ മോളെ വണ്ടി എന്ന് സുഭാഷ് ഏട്ടനും പിന്നെ ഇതാർക്കാ എന്നവൾ ചോദിക്കേ ഹലോ ഇത് ഇയാൾക്കുള്ള വണ്ടിയാണെന്ന് സുധീഷും എനിക്കോ എന്ന് നിധിയും അമ്പരപ്പടെ ചോദിക്കുകയാ ഈ വണ്ടി ഇയാൾക്കുള്ളതാ നികേഷെ ചാവി താടാന്ന് പറയേ നികേഷും ചാവി എറിഞ്ഞു കൊടുക്കുകയാ അവളുടെ നേരെ ചാവി നീട്ടിക്കൊണ്ട് നിധി ഇതാ ചാവി വണ്ടി എടുത്ത് ഓടിച്ചു നോക്ക് എന്ന് പറയേ അവളും സന്തോഷത്തോടെ സത്യമാണോ ഇത് എന്ന് ചോദിക്കേ സത്യമാണ് മോളെ നിനക്ക് വേണ്ടി സുധീഷ് വാങ്ങിച്ചോണ്ട് വന്നതാ എന്ന് സുഭാഷ് ഏട്ടനും പറയുന്നുണ്ട് സുധീഷ് നിധിയുടെ അടുത്തേക്ക് ചെന്ന് ദേ ഇനി മുതൽ ബസ്സിൽ കയറി കഷ്ടപ്പെടുന്നു വേണ്ടെന്നേ നല്ല സൗകര്യത്തിലൊക്കെ ജീവിച്ച ആളല്ലേ അത്രയും സൗകര്യം തരാൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ വേണ്ടേ അതുകൊണ്ട് വാങ്ങിയതാ ദാ താക്കോല് ഓടിച്ചു നോക്ക് എന്ന് പറഞ്ഞവൻ താക്കോല് നീട്ടെ നിധി പരിഭ്രമത്തോടെ സുഭാഷ് ഏട്ടനെ നോക്കുകയാ താക്കോല് വാങ്ങിക്കേ എന്ന് സുഭാഷ് ഏട്ടനും പറയുന്നുണ്ട് താക്കോല് വാങ്ങു നിധി എന്ന് സുധീഷ് പറയേ പോയി ചുറ്റിയടിച്ച് വായെടുത്തി എന്ന് നികേഷും അതിന് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല എന്ന് നിധി പറയേ വണ്ടി ഓടിക്കാൻ അറിയില്ലേ എന്ന് സുധീഷും പരങ്ങളോട് ചോദിക്കേ ബെസ്റ്റ് എന്ന് അച്ഛനും അത് സാരമില്ല സൈക്കിൾ ഓടിക്കാൻ അറിയാലോ പെട്ടെന്ന് പഠിക്കാമെന്നേ എന്ന് നികേഷും പറയുന്നുണ്ട് ഇല്ലടാ എനിക്ക് സൈക്കിളും ഓടിക്കാൻ അറിയില്ലെന്ന് നിധി പറയേ പൊട്ടിച്ചിരിച്ചുകൊണ്ട് സൈക്കിളും ഓടിക്കാൻ അറിയില്ലേ എന്ന് സുധീഷും ഇല്ലെന്ന് പറഞ്ഞില്ലേ എന്ന് നിധി ദേഷ്യത്തോടെ പറയേ സുധീഷ് വീണ്ടും പൊട്ടിച്ചിരിയോടെ ആവിന് മാത്രം ഒരു കുറവുമില്ല എന്തൊക്കെയായിരുന്നു ഇൻഡിപെൻഡന്റ് വുമൺ എല്ലാ കാര്യവും സ്വയം നോക്കാൻ അറിയാം ആരുടെയും സഹായം വേണ്ട എന്നൊക്കെ ആയിരുന്നല്ലോ എന്നിട്ടൊരു സൈക്കിൾ പോലും ഓടിക്കാൻ അറിഞ്ഞൂടാല്ലേ എന്നൊക്കെ പറഞ്ഞവൻ പരിഹസിച്ച് ചിരിക്കെ ഇതിലെന്താ ഇപ്പൊ ഇത്ര ചിരിക്കാൻ എന്ന് നിധിയും അതെ അറിയില്ല എന്നവള് പറഞ്ഞതല്ലേ എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കേ അതല്ല സുഭാഷ് ഏട്ടാ അപാര ഡയലോഗ് ആയിരുന്നേ ആദ്യം സ്കൂട്ടി മേടിക്കണം പിന്നെ കാറ് മേടിക്കണം പിന്നെ മഴയുള്ള സമയത്തെ ഒരു കയ്യിൽ കോഫിയുമായിട്ട് കാർ ഡ്രൈവ് ചെയ്ത് പോണം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ലോറി വരെ സിമ്പിളായി ഓടിച്ചു പോകുമെന്ന് ഒരു സൈക്കിൾ പോലും അറിയില്ല അത്രേ എന്റെ നിധി ഇത്രയും ഡയലോഗിന്റെ ഇടയിലെ സൈക്കിൾ അറിയില്ലെന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ പഠിപ്പിച്ചു തരുമായിരുന്നില്ലേ സാരമില്ല ഞാൻ പഠിപ്പിച്ചോളാം ഇന്നു മുതലേ ഞാൻ പഠിപ്പിക്കാം ഇനിയിപ്പോ അങ്ങനൊരു നാണക്കേട് കുട്ടിക്ക് വേണ്ട വന്ന് വണ്ടി കയറ് എന്ന് പറഞ്ഞ് സുധീഷ് വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുന്നേരം നികേഷേ നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലേ എന്ന് നീ ചോദിക്കുന്നുണ്ട് അറിയാം എന്നവൻ പറയേ എന്നാ നീ എന്നെ പഠിപ്പിച്ചാ മതി എന്താ നിനക്ക് പറ്റില്ലേ എന്ന് നിധി ചോദിക്കേ പിന്നെന്താ എന്ന് നികേഷും അതെന്താ ഞാൻ പഠിപ്പിച്ചാല് എന്ന് സുധീഷ് ചോദിക്കേ വേണ്ടെന്ന് പറഞ്ഞില്ലേ നികേഷെ വണ്ടി എടുക്കെന്ന് നിധിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് ചേട്ടാ ആ കീ ഇങ്ങതാന്ന് പറഞ്ഞ് സുധീഷിന്റെ കയ്യിൽ നിന്ന് ചാവി പിടിച്ചെടുത്ത് നികേഷ് വണ്ടി തിരിച്ചു നിർത്തി വായെടുത്തി എന്ന് വിളിക്കേ നിധിയും സന്തോഷത്തോടെ അവന്റെ പുറകിലേക്ക് കയറിയിരിക്കുകയാ അവളെയും കൊണ്ട് അവൻ വണ്ടി ഓടിച്ചു പോകുന്നത് കാണേ നിരാശയോടെ നിൽപ്പാ സുധീഷും സുഭാഷ് ഏട്ടനും ഹരീഷും കൈ വീശി അവരെ യാത്രയാക്കുന്നുണ്ട് ആ കാഴ്ച കണ്ട് പൊട്ടിച്ചിരിക്കുകയാ അച്ഛനും നിരാശയോടെ അവര് പോയി എന്ന് സുധീഷ് പറയേ പോട്ടെ പോയി പഠിക്കട്ടെ എന്ന് ഹരീഷും അപ്പൊ ഞാൻ എന്താ പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞേ എന്ന് സുധീഷ് ചോദിക്കേ എടോ ആര് പഠിപ്പിച്ചാലെന്താ പഠിച്ച പോരെ എന്ന് ഹരീഷും അത് പോരാ ഞാൻ തന്നെ പഠിപ്പിക്കണം അപ്പോഴേ ഞങ്ങൾക്കിടയിൽ ഒരു കെമിസ്ട്രി ഒക്കെ വർക്കൗട്ട് ആവുമെന്നേ ഈ പഠിപ്പിക്കുന്ന ഗ്യാപ്പിലെ അല്ലറ ചില്ലറ റൊമാൻസ് ഒക്കെ ആവാമെന്ന് കരുതിയതാ എന്ന് സുധീഷ് സങ്കടത്തോടെ പറയേ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ടൈമില് റൊമാൻസ് കഷ്ടം എന്ന് ഹരീഷും അതെ രാവിലെ ഒരു ചായ പോലും കുടിക്കാതെ പോയതല്ലേ വാ എന്തെങ്കിലും കഴിക്കാമെന്ന് സുഭാഷ് ഏട്ടൻ വിളിക്കേ എനിക്ക് വിശക്കുണ്ട് ഒരു ചായ പോലും മേടിച്ചു തന്നില്ല ഇയാള് എന്ന് ഹരീഷ് പറയേ സുഭാഷ് രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാ അവിടെ നികേഷ് നിധിയെയും കൊണ്ട് ഒരു ഗ്രൗണ്ടിലേക്ക് എത്തുകയാ അവിടെ വണ്ടി നിർത്തി അവൾ ഇറങ്ങി നോക്കുമ്പോഴേക്കും എന്താ ഈ സ്ഥലം ഓക്കെ അല്ലേ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട് ഓക്കെ ആണെന്ന് നിധിയും ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ വണ്ടി ഓടിക്കാൻ പഠിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് നികേഷ് പറയേ നീ എന്താ ഈ പറയുന്നത് എനിക്ക് സൈക്കിൾ പോലും ഓടിക്കാൻ അറിയില്ല എന്നിട്ടാണോ ഒരു ദിവസം കൊണ്ട് വണ്ടി ഓടിക്കാൻ പഠിക്കണേ എന്ന് നിധിയും ഇന്നത്തെ കാലത്ത് സൈക്കിൾ ഓടിക്കാൻ അറിയാത്ത പെൺകുട്ടികളോ അല്ല എടത്തിയുടെ ചേട്ടൻ ഇതൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ലേ അതോ പുള്ളിക്കും അറിയില്ലേ എന്ന് നികേഷ് ചോദിക്കേ ചേട്ടൻ എല്ലാ വണ്ടിയും ഓടിക്കും എനിക്കതൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല അച്ഛനോട് പറഞ്ഞാ നിനക്ക് പോണെങ്കിൽ കാറും ഡ്രൈവറും ഇല്ലേ എന്തിനാ ഇതെല്ലാം പഠിച്ച് റോഡിൽ വീണ് കൈയും കാലും ഓടിക്കുന്നെന്ന് ചോദിക്കും എന്നവൾ പറയേ ബെസ്റ്റ് അച്ഛനും ബെസ്റ്റ് ചേട്ടനും എന്ന് നികേഷും സ്കൂളിലും കോളേജിലും മറ്റു കുട്ടികൾ സൈക്കിളിലും സ്കൂട്ടിയിലും ഒക്കെ വരുമ്പോ ഞാൻ കൊതിയോടെ നോക്കി നിൽക്കും എന്നവൾ ടെൻഷനോടെ പറയേ ശരി നമുക്കിന്ന് റെഡിയാക്കാം അല്ല ഏട്ടൻ പഠിപ്പിക്കാന്ന് പറഞ്ഞപ്പോ എന്താ വേണ്ടെന്ന് പറഞ്ഞെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട് സുധീഷോ എന്ന് നീതി ചോദിക്കേ സുധീഷ് ഏട്ടനാ എന്നെ പഠിപ്പിച്ചത് നന്നായിട്ട് പറഞ്ഞു തരും എന്ന് നികേഷ് പറയേ എല്ലാം ഓക്കെ പക്ഷേ നിന്റെ ചേട്ടൻ പഠിപ്പിക്കാൻ തുടങ്ങിയാ
ഞാൻ 1 മാസം പഠിക്കേണ്ടി വരുമെന്ന് നിധിയും. മാത്രമല്ല കളിയാക്കി കൊല്ലും. ഇപ്പൊ തന്നെ കണ്ടില്ലേ സൈക്കിൾ ഓടിക്കാൻ അറിയില്ലെന്ന് ചോദിച്ച് കളിയാക്കി ചിരിച്ചത്. മാത്രമല്ല ഓരോ ചെറിയ തെറ്റിനും കളിയാക്കി എന്റെ ഉള്ള കോൺഫിഡൻസ് കൂടി കളയും. പതുക്കെ പഠിച്ചാലും വേണ്ടില്ല, നീ പഠിപ്പിച്ചാൽ മതിയെന്ന് നിധി പറയേ. ശരിയെന്ന് പറഞ്ഞ് നികേഷ് വണ്ടി നിറങ്ങി. വണ്ടി കയറിക്കേ എന്ന് പറയേ. ഇരിക്കാനോ എന്ന് നിധിയും. അതേന്ന് നികേഷ് പറയേ. പേടിയാവുന്നടാ എന്ന് നിധി പറയേ. ഇരിക്കാതെ ഓടിക്കാൻ പറ്റില്ലല്ലോ എന്ന് നികേഷും. ഒരു കാര്യം ചെയ്യേ, നീ ഓടിക്കേ, ഞാൻ പിന്നിലിരുന്ന് നീ എങ്ങനെയാ ഓടിക്കുന്നെന്ന് നോക്കട്ടെ എന്നവൾ പറയേ. അത് ശരി, ഇങ്ങോട്ട് വന്നപ്പോ ഓടിച്ചത് ഞാനല്ലേ, അത്രയും സമയം കണ്ടില്ലേ അപ്പോ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. അപ്പൊ വെറുതെ ഇരുന്നല്ലേ ഉള്ളൂ, പഠിക്കാൻ വേണ്ടി നോക്കിയില്ല എന്നവൾ പറയേ. ശരി വാ കയറുന്ന നികേഷ് പിടിക്കുന്നുണ്ട്. അവൾ കയറിയിരിക്കുമ്പോഴേക്കും ദേ നോക്ക്, ഞാൻ വണ്ടി എപ്പോ ആക്സിലേറ്റർ കൊടുക്കുന്നു എപ്പോ ബ്രേക്ക് കൊടുക്കുന്നു എന്നൊക്കെ ശ്രദ്ധിച്ച് നോക്കിക്കോണം. ആദ്യം താക്കോല് കൊടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ടായി കഴിയുമ്പോൾ ബ്രേക്ക് പതുക്കെ വിട്ട് ആക്സിലേറ്റർ പതുക്കെ പിടിച്ചിങ്ങനെ വണ്ടി പോവുക എന്ന് പറഞ്ഞ് നികേഷ് അവളെയും പുറകിലിരുത്തി വണ്ടി ഓടിക്കുകയാ. കണ്ടോ, ഇതുപോലെ പതുക്കെ പോയാ മതി. നിർത്താൻ പോകുമ്പോ ബ്രേക്ക് പിടിച്ച് പതുക്കെ നിർത്തുക, ഓക്കെ എന്ന് പറഞ്ഞവൻ വണ്ടി നിർത്തി നിധിയോട് ഇറങ്ങാൻ പറഞ്ഞ് അവനും ഇറങ്ങി. ഇനി വണ്ടിയിലിരിക്കെ എന്ന് വിളിക്കേ. നിധിയും പേടിയോടെ നിൽക്കുകയാ. എന്റെ ഇടത്തി പേടിച്ച ഒന്നും നടക്കില്ല കേട്ടോ, വാ കയറെന്ന് നികേഷ് വിളിക്കേ. നിധി വണ്ടിയിലേക്ക് ഇരിക്കുകയാ. അവൾ വണ്ടിയിലേക്ക് ഇരിക്കുമ്പോഴേക്കും ബാക്ക് ബ്രേക്ക് പിടിച്ച് സ്റ്റാർട്ട് ചെയ്യാനായി പറയുക നികേഷും. അവൾ അതുപോലെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഇനിയൊന്ന് പോയിട്ട് വാ എന്ന് നികേഷും. ഇരിക്കേ, അല്ലാതെ പറ്റില്ലെന്ന് നിധിയും. പേടിക്കല്ലേ, ഞാൻ ഒപ്പമുണ്ട്, ധൈര്യമായിട്ട് പോയിക്കോ. പോട്ടെ സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞ് അവൻ വണ്ടിയുടെ പുറകിൽ പിടിക്കുമ്പോഴേക്കും നിധിയെ പതുക്കെ വണ്ടി ഓടിക്കാൻ തുടങ്ങുകയാ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീട്ടിൽ ടെൻഷനോട് നിൽക്കുന്ന സുധീഷിനോടായി ഗ്രൗണ്ടിലേക്ക് എത്തുന്ന സുധീഷും നിധിയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഒരുങ്ങുന്നതും തനിയെ വണ്ടി ഓടിക്കുന്നവൾ മറിഞ്ഞു വീഴുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.